ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് റയാനും സ്കൂൾക്ക് പറഞ്ഞയക്കുന്നത് ജൂൺ 1 അപ്പോൾ ഓൻ്റെ പ്രവേശനോത്സവ പരിപാടികളും ഓന് സ്കൂൾക്ക് പറഞ്ഞയക്കുന്നതും ഒക്കെ കൂടി ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി വലിയതാത്ത പോയിട്ടോ, പിന്നെ രാവിലെ രജനസ്താത്തി ഉസ്നത്താത്തി രാവിലെ പോയിട്ടോ. ഓല് പോയ എന്താ പേര് ഒരു ഒഴിഞ്ഞ പോലെ ഉണ്ട്, ഭയങ്കര സങ്കടമാണ്. ഒച്ചയും ബഹളം ഒന്നും ഇല്ലെങ്കിൽ എന്താ പറയുക, വീടൊരു ഉറങ്ങിയ പോലെയാണ് കേട്ടോ. പിന്നെ ഇതാ വലിയ ആളി ഉസ്നത്താത്തയുടെ അളിയൊക്കെ ഇന്നലെ രാത്രി വന്നപ്പോൾ കൊടുന്നാട്ട പൊറാട്ട. അപ്പോൾ ഇന്നലെ ചൂട് കൊടുക്കലും ഉമ്മ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ദോശ ചുട്ട ചട്ടിയിലില്ലേ, എനിക്ക് ഈ പൊറാട്ട എപ്പോഴും നല്ല മുരിച്ചിട്ട് തിന്നണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ പൊറാട്ട ഇട്ടിട്ട് നല്ലോണം മുരിപ്പിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ക്രിസ്പിയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും ബീഫ് കറിയും ചായയും കുടിച്ചിട്ടോ. ഒരു 10 മണി 10:30 ഉള്ളിൽ നമ്മൾ സ്കൂൾക്ക് എത്തണം കേട്ടോ. അപ്പോൾ 10:30 അവിടെ പ്രവേശനോത്സവ പരിപാടിയും അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്ത് പോയാൽ ഉമ്മാക്കത് ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് എന്താ പറയുക, നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ കേട്ടോ. എല്ലാവരും ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര നേരാക്കി വെച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. റൂം കണ്ടില്ല, ആകെ അലമ്പായി കിടക്കാൻ കേട്ടോ. ആ കൂടി വെതറി വലിച്ചിട്ടിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് എന്താ പറയുക അടിച്ചോരാനൊക്കെ നിന്നു കേട്ടോ. പിന്നെ കുറേ പുതപ്പോളും പിന്നെ ഞങ്ങളെ 4 ആളും ഞങ്ങളെ 4 ആളെ കുട്ടികളും എല്ലാവരും പാടി ആവുമ്പോൾ ഒരുപാട് തലക്കണി പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെതറി വലിച്ചിട്ടിക്കാണ് കേട്ടോ കുട്ടികൾ. അപ്പോൾ അതൊക്കെ നല്ല മടക്കി സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അടിച്ചോരാനും നിന്നിട്ട് ഞാൻ താത്താരും കുട്ടികളൊക്കെ പോയപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വീടൊരു ഉറങ്ങിയ പോലെയാണ് കേട്ടോ. എനിക്ക് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എന്താ പറയുക അടിപിടി കൂടിയാലും എന്താ പറയുക നല്ലൊരു സന്തോഷമാണ് കേട്ടോ. നല്ല എന്താ പറയുക ഇപ്പോൾ ഈ 4 ദിവസമായിട്ടും ഓരോ ഫുഡുകളൊക്കെ ഉണ്ടാക്കുക. നമ്മൾ ബിരിയാണി, മന്തി, നെയ്ച്ചോറ്, പിന്നെ പായസം ഇതൊക്കെ ഓല് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓല് വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കും, അത് കഴിക്കുക ഒക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും മോളങ്ങനെ പോയി. ഇനി എന്തായാലും നമ്മളെ ഡ്യൂട്ടികളൊക്കെ ചെയ്യാം. പിന്നെ ഒരു പഴയ പോലെ റൊട്ടീനായിരിക്കട്ടെ. എല്ലാവരും ഉണ്ടാകുമ്പോൾ വേറൊരു എന്താ പറയുക ഓരോരുത്തരും ഓരോ ജോലി ചെയ്താൽ മതി. ഞാൻ അടിച്ചൊരു കൊടുക്കുക അല്ലെങ്കിൽ തുടക്കുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും പോയപ്പോൾ പിന്നെ പകുതി മുക്കാലും ക്ലീനിങ്ങൊക്കെ ഞാൻ തന്നെ എല്ലാതും ചെയ്യും. പിന്നെ ഉമ്മ അടുക്കളയിലുള്ള പണികളും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് 10:30 ആകുമ്പോഴത്തേന് അവിടേക്ക് എത്തും വേണം കേട്ടോ. അപ്പോൾ ഉമ്മ ഞാൻ തുടക്കം ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഈ പൊയ്ക്കോ ഞാൻ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഷേസു ബേബീനെ ഇവിടെ ആക്കിക്കാണ് കേട്ടോ. കാരണം ഷേസു ബേബീനെ കൊണ്ടുപോയാൽ എന്താ പറയുക ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കൂല കേട്ടോ. പിന്നെ അല്ലെങ്കിലും എനിക്ക് വെയ്യല്ലോ. അപ്പോൾ ഉമ്മ എന്തായാലും ഭക്ഷണമൊക്കെ കുറച്ച് ഉച്ചയാവും നമ്മൾ വരാൻ, ഒരു മണിയൊക്കെ ആവും നമ്മൾ വരാനും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ഭക്ഷണമൊക്കെ കൊടുത്താൽ അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു 10 മണി 1 മണി മുതൽ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ സൺസ്ക്രീൻ ആദ്യം യൂസ് ആക്കിയിട്ടോ. ആ സൺസ്ക്രീൻ യൂസ് ആക്കിയിട്ട് ഇതാ ഞാനൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. പിന്നെ ഈ BB ക്രീമും ഞാൻ യൂസ് ആക്കലുണ്ട്. അതുപോലെ ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ പല ഐറ്റംസ് ഞാൻ മാറി യൂസ് ആക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നെന്നെ അടുപ്പിച്ച് യൂസ് ആക്കലൊന്നുമില്ല കേട്ടോ. BB ക്രീം ഞാൻ എപ്പോഴും യൂസ് ആക്കലുണ്ട്. അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക ലിക്വിഡ് ഫൗണ്ടേഷനും പിന്നെ കമ്പനി മാറിയിട്ടൊക്കെ ഞാൻ യൂസ് ആക്കലുണ്ട് കേട്ടോ. ഏത് നമ്മളെ കയ്യിൽ കിട്ടുന്നത് അതൊക്കെ നമ്മൾ എന്താ പറയുക യൂസ് ആക്കലുണ്ട് കേട്ടോ. എനിക്ക് എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും നല്ലോണം അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കൈയോട്ട് തന്നെയാണ്, അല്ലാതെ ബഫൊന്നും ഞാൻ യൂസ് ആക്കലുണ്ട് കേട്ടോ. ബഫ് ഞാൻ യൂസ് ആക്കിയിരുന്നു, പിന്നെ അത് ഞാൻ എന്താ പറയുക അത് പിന്നെ കേട് വന്നപ്പോൾ പിന്നെ വേറെ വാങ്ങുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൈയോട്ട് തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് നല്ല സെറ്റായതിന് ശേഷം നമ്മൾ കുറച്ച് ലൂസ് പൗഡർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ ലൂസ് പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഫൗണ്ടേഷന് പെട്ടെന്ന് അങ്ങോട്ട് വിയർത്ത് ഒലിച്ച് പോകും കേട്ടോ. അങ്ങനെ അതിട്ട് സെറ്റായതിന് ശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കണം കേട്ടോ. ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ലിപ്പ് ബാം അപ്ലൈ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ ഐബ്രോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഐബ്രോ പെൻസിൽ നമ്മളെ കുട്ടിയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ കേട്ടോ യൂസ് ആക്കുന്നത്. പിന്നെ ഇതാ കണ്ണ് എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കണ്ണ് ഞാൻ ഒന്നെങ്കിൽ ചെറിയ രീതിയിലോട്ട് ഞാൻ കണ്ണെഴുതൽ എന്താ പറയുക വല്ലാണ്ടൊന്നും കണ്ണെഴുതലില്ല, അടിയിലും മേലൊന്നായിട്ട് കേട്ടോ. കാരണം കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ടാവോട്ട് ഇപ്പം ഞാൻ കണ്ണെഴുതലൊക്കെ ഒന്ന് കുറച്ചതാണ് കേട്ടോ. പക്ഷെ കണ്ണെഴുതിയാൽ എന്താ പറയുക നമ്മൾ കുറച്ച് വേറെ ലുക്കായിരിക്കും കേട്ടോ.
നമ്മൾ കണ്ണെഴുതുമ്പോൾ നമ്മൾ കാണാൻ കുറച്ച് നല്ലൊരു ഒന്നും കൂടി ഭംഗി തോന്നും കേട്ടോ. അങ്ങനെ ഇതാ മേലെ മാത്രം എഴുതി കൊടുത്തിട്ട് അങ്ങനെ സെറ്റായിട്ട് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇതാ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെയാണ് എന്താ പറയുക ബ്ലഷായിട്ട് യൂസ് ആക്കുന്നത് കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കവള് ചുവന്ന് തൊടുത്തങ്ങാണ്ട് ഇങ്ങനെ കാണണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബ്ലഷ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ നമ്മളൊരു മേക്കപ്പും ചെയ്യണില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഫൗണ്ടേഷനും കണ്ണെഴുതൊന്നും ചെയ്യണില്ലെങ്കിൽ വെറും ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ തന്നെ നമ്മളെ സ്കിന്ന് നല്ലൊന്ന് ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി ഓവർ മേക്കപ്പ് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒന്നെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മാറ്റി ഇപ്പോൾ സെറ്റായിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ നല്ലൊന്നും എന്താ പറയുക നമ്മൾ ലുക്കേ ഒന്ന് മാറിയിട്ടതാണ്. മേക്കപ്പ് ചെയ്താൽ നമ്മൾ ലുക്ക് മാറും. പിന്നെ ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇതിൻ്റെ എന്താ പറയുക ചെറുപെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഏത് ഡ്രസ്സും എടുക്കുമ്പോൾ അത് പറ്റൂല കേട്ടോ. എടുക്കുമ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് ചോദിക്കും എന്താ പറയുക ഇത് രസമുണ്ടോ എന്നിട്ട്. പക്ഷേ അതൊരു 3-4 വട്ടം അങ്ങോട്ട് ഇട്ടാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നല്ല എനിക്ക് എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളിലൊരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോണത്. റയ്യാൻ രാവിലെ തുടങ്ങിയതാണ് ഉമ്മ പോവല്ലേ എന്ന് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു 10:15 കഴിക്കുന്നു കേട്ടോ. കാരണം എന്താ ഷെസൂന് ഫുഡും കുറച്ച് പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോകുന്നു. പിന്നെ എൻ്റെ മേക്കപ്പിനും കുറച്ച് പണികൾ വേണം. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റായിട്ട്. പിന്നെ അത് സ്കൂൾ കണ്ടില്ല, നല്ല രസമുള്ള സ്കൂളാണ് കേട്ടോ. നല്ല അടിപൊളി സ്കൂളാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഇതാ അവൻ്റെ ക്ലാസ്സിലേക്ക് എത്തിയിട്ട് നല്ല ബലൂണൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണത് എപ്പോഴാണ് പായസം കിട്ടുകയാണെന്ന് കേട്ടോ. ഇന്നലെ മിന്നാന്നും ഒക്കെ പായസമായിരുന്നു കേട്ടോ. എന്നാലും എന്താ പറയുക ഒരു പായസക്കൊതിയനാണ് കേട്ടോ. അങ്ങനെ ടീച്ചർ ഇതൊരു 12:30 ഉള്ളിൽ ഫുഡൊക്കെ തന്നു കേട്ടോ. നല്ല ചോറും എനിക്ക് ഈ സ്കൂളത്തെ ചോറ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഓനക്ക് ചോറ് വാരി കൊടുത്ത് ഓനും പായസം കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ചോറുന്നു കേട്ടോ. ഞങ്ങളോടും ചോറ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ചോറ് കഴിച്ചു, പായസമൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണ്. പിന്നെ ഇതാ ഓൾക്ക് കളറും കുറച്ച് പൗച്ച് പോലെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കളറ് പിന്നെ പെൻസില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഷേസു ബേബീനെ ബലൂൺ കൊടുത്തിട്ട് ഷേസു ബേബിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിന് അവ കൊടുക്കുക എന്നിട്ട് പറയുന്നത് അവ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.